സോഷ്യൽ മീഡിയ വന്നപ്പോൾ ഒന്നും മറച്ചു വെക്കാൻ നമ്മൾ എന്ത് പറഞ്ഞാൽ അതുപോലെ വരും. അങ്ങനെ വന്നപ്പോൾ മുഖ്യ വസ്തുതകൾ ചിലപ്പോഴെങ്കിലും പറയേണ്ട സാഹചര്യം നാട്ടിൽ സൃഷ്ടിക്കും. അതും കാരണം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ അപ്പൊ തന്നെ എന്റെ പ്രസംഗം തന്നെ ഇപ്പൊ എന്തുമാത്രം ആളുകൾ കേട്ടോണ്ടിരിക്കുക, എടുത്തോണ്ടിരിക്കുക, പലയിടത്തും കണ്ടോണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു അബദ്ധവാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും പ്രശ്നം. എന്തെങ്കിലും നമ്മൾ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ സ്നേഹം കൂടുമ്പോഴാണ് അതിനൊക്കെ നമ്മൾ നല്ല കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിപ്പോ അത് ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല, എല്ലാം ഓപ്പണാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കൂടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ആളുകൾ കേൾക്കുന്നുണ്ട്, ചില കാര്യങ്ങൾ ആളുകൾ അറിയുന്നുണ്ട്. ചിലത് ചിലപ്പോൾ നമുക്ക് അനുകൂലമായി പറയും, ചിലപ്പോൾ നമുക്ക് എതിരായിട്ട് പറയും. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നാട്ടിൽ കേൾക്കുന്ന നല്ലതായിരിക്കും തോന്നുന്നത്, ചിലപ്പോൾ അത് വരുന്നത്. കാരണം സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അങ്ങനത്തെ ഗുണം വരും. അതും ഒരു വിപ്ലവമാണ്. ശരി. അപ്പോ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വളർച്ചയെ വളരെയേറെ ഇന്നിപ്പോ ഇന്റർനെറ്റ് സംവിധാനം കൂടി ശക്തിപ്പെട്ടതോടുകൂടി മറ്റൊരു തരത്തിലുള്ള സാക്ഷരതയ്ക്ക് വഴി തുറക്കും. നമുക്ക് വളരെ വേഗം അറിവുകൾ ലഭിക്കാൻ കഴിയുന്ന ലോകത്തിറങ്ങുന്ന എല്ലാ സംഭവങ്ങളെയും, എല്ലാ കാര്യങ്ങളെ കുറിച്ചും, അല്ലെങ്കിൽ 100 വർഷം മുമ്പുള്ള കാര്യങ്ങൾ എത്രയാണോ അത്ര എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിലേക്ക് ഉടൻ വരുന്ന തരത്തിൽ നമുക്കൊരു ഒരു തുടർ പഠനം അല്ലെങ്കിൽ ഒരു സാക്ഷരത പഠനം ഒന്ന് നടത്താൻ കഴിയുന്ന ഒരു മേഖലയാണ്. ഇപ്പോ ഇതിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് മറ്റൊരുപാട് സാധ്യതകൾ നമ്മൾ കാണാം. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു കോൺക്ലേവ് നടത്തുമ്പോൾ ക്രിയേഷൻ മാത്രമായിട്ട് പോകേണ്ട കാര്യമില്ല. ടൂറിസം സാധ്യത ഈ യുഗത്തിൽ എത്രമാത്രം നമുക്ക് ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന ടൂറിസം സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഫിഷറീസ് നമ്മുടെ വകുപ്പാണ്. കടലിന് ഇത്ര കിലോമീറ്റർ അപ്പുറം നിന്ന് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. പക്ഷെ ഇപ്പം കടലിൽ ഇവിടെ ചെന്നാലും കിട്ടും. അങ്ങനെയുള്ള പുതിയ ആധുനിക സാങ്കേതിക അവിടുന്ന് ഇറങ്ങി 30 കിലോമീറ്റർ 100 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇല്ലിക്കുട്ടി ഒറ്റവിളി വിളിക്കാൻ പറ്റും. അതിനുള്ള സംവിധാനം ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വർഷം എല്ലാവരും കൊടുക്കാൻ പോകുക. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴാണ് ലില്ലിക്കുട്ടി പറയുന്നത്, അച്ചായ ഇവിടെ പശു ചത്ത് കിടന്നു, അച്ഛൻ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞ അച്ഛൻ അപ്പം തന്നെ തിരിച്ചു വരാം. മറ്റേ കടലിൽ പോയി 10-12 ദിവസം കഴിഞ്ഞാൽ ഇവര് പോയത് എവിടാന്ന് പോലും അറിയില്ല. അപ്പൊ കടലിൽ പോയാലും കരയിൽ പോയാലും ഇവിടെ പോയാലും ഈ ഒരു ഏർപ്പാടിന്റെ ഭാഗമായിട്ട് നമുക്ക് പുതിയ മേഖലയിലേക്ക് നമുക്ക് വളരാൻ കഴിയും. പക്ഷെ അതിനെ നമ്മൾ നല്ലോണം ചെയ്യണം. നമുക്ക് പറ്റുമോ ടൂറിസം ഉപയോഗപ്പെടുത്താം, അറിവുകൾ നേടാൻ കൂടുതൽ വികസന കാര്യങ്ങൾ. ഈ കേരളയിൽ വന്ന ആദ്യം പിന്തുണച്ച് ഞാൻ അനുഭവിച്ചാണ്. ഞാനാണ് ആദ്യം ഇത് നടത്തണം. ശരിക്കും ഞാനിപ്പോൾ പറയാൻ എന്റെ കഷ്ടകാലത്തിൽ ഇങ്ങനെ കാര്യം ഞാൻ അടിച്ചു പോകും. കേരളയിൽ വന്നപ്പോ ഞാൻ എന്നിട്ട് സത്യം ഒരു ഗുരുവൊന്നുമില്ല, വളർക്ക് വെച്ചിട്ട് ഞാൻ അടിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് 600 തുടങ്ങിയത് വർഷം ഈ പ്രത്യേകത എന്താന്ന് ചോദിച്ചു, നമ്മുടെ ഇവിടുത്തെ ഈ കമ്പിയുടെ പുറത്ത് വേറൊരു മെത്തേഡാണ് ഈ 600-650 സാധനം. അത് ഈ സ്വല്പം എന്നാൽ പാടവുമായിട്ട് ബന്ധമുണ്ട്. മാഗ്നറ്റിക് ബന്ധം. പക്ഷെ പാടത്തെ ഇത് പോകുന്നത് ഇത് നമ്മൾ വായിച്ചു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായോ ഇതൊരു സാധനം 500-600 ഒന്നും വേണ്ട, ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന നാട്ടിൽ വന്ന് ഈ നാടകം രക്ഷപ്പെടും. കാരണം രാവിലെ അതിന്റെ എത്ര ആളെന്നിരിക്കും അവിടെ ഓടുന്നതൊന്നും കുഴപ്പമില്ല, ഒന്നും അറിയുന്നില്ല, നല്ല വ്യത്യാസം. നമ്മളെക്കാൾ സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന പല രാജ്യങ്ങളും ഇത് ആയിക്കഴിഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് നമ്മൾ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും കുറ്റിയിടുന്നു, കുറ്റി ഊരുന്നു, ഭയങ്കര പ്രശ്നം.
എന്ത് നഷ്ടം എന്നറിയാം. ഈ ലോകത്ത് കുറിച്ച് നമ്മൾ ഇതിപ്പോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നുമില്ല ഞാൻ പറയുന്നത്. ഈ മാറ്റം നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു 100-400 കിലോമീറ്റർ സ്പീഡിൽ നമ്മളൊരു വണ്ടി കാസർഗോഡ് പോകുമ്പോൾ 2-2.5 മണിക്കൂർ നമ്മൾ ചെല്ലുകയാണ്. ഇവിടെ ഗോവിന്ദൻ ഉദാഹരണം പറഞ്ഞു മനുഷ്യനെ നീ പറയാനുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചടി ഭാഷയിൽ കൂടെ അറിയത്തില്ല. നമ്മൾ എനിക്കൊരു സ്കൂള് നമ്മൾ താമസിച്ച വീട്ടിൽ കഷ്ടപ്പെട്ടൊരു സ്കൂള് ചെന്ന് സ്കൂളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഒരു സ്കൂള് റെക്കമെൻഡ് ചെയ്തു. നമ്മുടെ ഞാൻ സ്കൂളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു എന്താ എന്റെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. നമ്മുടെ സ്കൂളൊക്കെ എല്ലാ ഇന്റർനാഷണൽ കുട്ടിയിരിക്കാനുള്ള സംഗതികൾ എല്ലാ സാധനം പഠിക്കുന്ന രീതികൾ മെത്തേഡ്സ് അവിടെ വെച്ച് വന്നല്ലോ ഈ പറഞ്ഞ ഹൈടെക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റുണ്ട്. ഇന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കോളേജുകൾ ഇന്ന് ഗവേഷണ കേന്ദ്രങ്ങളായി മാറി. കേരളത്തിൽ എന്തുമാത്രം കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് ഇത്തരത്തെ മാർക്കറ്റിംഗ് പരമായ കാര്യങ്ങളിലേക്ക് ബന്ധിപ്പിക്കാൻ വികസന ഈ ഒരു സിസ്റ്റം എന്തെങ്കിലും ഒരു വാർത്ത മെനയുന്നതിനപ്പുറം നമുക്ക് ലോകത്തോട് എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും എന്നതിനെ പഠിച്ച് അതിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമമായി തീർച്ചയായിട്ടും നമുക്ക് ഈ മാധ്യമത്തെ കാണണം.